സംവിധായകന് ഒരു കഥാബീജം മാത്രം ആദ്യം വീണ് കിട്ടുന്നു. അതിനുള്ളിൽ ഒരു നല്ല സിനിമയുണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് വികസിപ്പിച്ച് അതിലെ കുറ്റങ്ങളും കുറവുകളും തീർത്ത് കറകളഞ്ഞ് മികച്ച ഒരു ദൃശ്യവിരുന്നാക്കി മാറ്റുന്നു. അതെ, വർഷങ്ങൾക്ക് ശേഷം പല ഭാഷകളിലായി ഒരുപാട് വിജയങ്ങൾ ആവർത്തിച്ചതിനു ശേഷം കേരളം മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു സിനിമയുടെ അണിയറ കഥകൾ പറയുകയാണ് ഫാസിൽ. യെസ്, മണിച്ചിത്രത്താഴ് എന്ന വിസ്മയത്തെപ്പറ്റി. ഒരിക്കൽ സത്യനന്ദിക്കാട് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മെഡ്രാസിൽ വെച്ച് നെടുമുടി വേണുവിനെ കണ്ടിരുന്നു. മണിച്ചിത്രത്താഴിൻ്റെ കഥ എന്താണെന്നറിയാൻ ഒരു കൗതുകം ചോദിച്ചു നോക്കി. വേണു പല വിധത്തിൽ ആ കഥ പറഞ്ഞിട്ടും ശരിയാകുന്നില്ല. ഒടുവിൽ പറഞ്ഞു, ഇത് കഥയായി പറയാൻ ബുദ്ധിമുട്ടാണ്, കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാ എന്ന്. സിനിമ കണ്ടപ്പോൾ വേണുവിനുണ്ടായ ആശയക്കുഴപ്പം മനസ്സിലായി. ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വിഷമമുള്ള കഥയാണ് മണിച്ചിത്രത്താഴിൻ്റേത്. ആരിലൂടെ പറയണം? ഗംഗയിലൂടെയോ? നകുലൻ, സണ്ണി? എങ്ങനെ പറഞ്ഞാലും കുറേ കഥാപാത്രങ്ങളും കഥാഭാഗങ്ങളും ബാക്കി വരും. സംവിധായകൻ്റെ മനസ്സിലൂടെ മാത്രം വികസിക്കുന്നതാണ് ആ സിനിമ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് കണ്ട സത്യനന്ദിക്കാടിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറയുന്നു, സൈക്കോളജിയുടെ സാധ്യതകൾ അങ്ങേയറ്റം വിശദമായി ഉപയോഗിച്ചിരിക്കുകയാണ് ഫാസിൽ ഇവിടെ. ആധുനിക ചികിത്സാ രീതിയിലൂടെയാണ് സണ്ണി ഗംഗയുടെ രോഗം മാറ്റുന്നത്. എന്നാൽ തൻ്റെ അയൽപ്പക്കത്തുള്ള സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ പറയുന്നതോ, മന്ത്രവാദം ഒരു വലിയ സംഭവം തന്നെ. അതെന്താ? ആ തിരുമേനി വന്ന് മന്ത്രവാദം ചെയ്തിട്ടല്ലേ ഗംഗയുടെ രോഗം മാറിയത്? രണ്ട് ചിന്താഗതിക്കാരും ഹാപ്പി. ചിത്രത്തിലെ ഓരോ വാചകത്തിനും ഫാസിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു രംഗം. സണ്ണി കാറിൽ കയറുന്നതിന് തൊട്ടു മുൻപ് മെല്ലെ ശ്രീദേവിയുടെ അച്ഛനരികിലേക്ക് വന്നു. ആ അച്ഛനോട് അറച്ചറച്ച് എന്നാൽ ഉറപ്പിച്ച് തന്നെ സണ്ണി പറയുന്നു, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിവിടെയുള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പോൾ സമ്മതിച്ച് അനുഗ്രഹിച്ചേക്കണം. മധുമുട്ടത്തിൻ്റെ ഈ സംഭാഷണം കവിതയാണോ എന്ന് ഫാസിൽ സംശയിക്കുന്നു. എനിക്കൊരു ഇഷ്ടമുണ്ട് എന്ന് പറയുന്നതിന് പകരം എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ കാവ്യഭംഗി നഷ്ടപ്പെട്ടേനെ എന്ന് ഫാസിൽ പറയുന്നു. ഒരു വാക്കിൻ്റെ താളം പോലും സംവിധായകൻ മനസ്സിൽ രേഖപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഒരുപാട് സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ചിലതൊക്കെ വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുമുണ്ട്. പക്ഷേ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു. മണിച്ചിത്രത്താഴ് എന്നും ഓർമ്മയിലുണ്ട്. എത്ര വട്ടം കണ്ടാലും ഒരു ശരാശരി മലയാളി വീണ്ടും അതിൻ്റെ മുന്നിലിരിക്കും. വിമർശിക്കുന്നവർ പോലും അത് കണ്ട് ആസ്വദിക്കും. അതൊരു മാജിക്കാണ്. സിനിമയെ വളരെ ഗൗരവമായി കാണുന്ന ഒരു പുതുതലമുറ നമുക്ക് മുന്നിൽ വളർന്നു വരുന്നു. ഫാസിലിൻ്റെ അനുഭവങ്ങൾ അവർക്കൊരു വഴിവിളക്കായി മാറും. തീർച്ച. മധുമുട്ടം കഥകളുമായി വരാറില്ല, ഒരാശയമായിട്ടായിരിക്കും വരിക. ആ ആശയത്തിലേക്ക് ഒന്ന് ഊഴ്ന്നിറങ്ങിയാൽ അതിൽ 5ഓ 6ഓ സിനിമയ്ക്കുള്ള സാധ്യതകളും ഉണ്ടാകും. മാറ്റിവെച്ച പരീക്ഷ എന്ന ആശയമായിട്ടായിരുന്നു ആദ്യത്തെ വരവ്. അതിൽ നിന്നും വികസിച്ച് വന്നതാണ് എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമ. പിന്നീട് വന്നത് തെണ്ടക്കാരുടെ സെറ്റ് എന്ന ആശയമായിട്ടാണ്. അതിൽ നിന്നുമാണ് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പന്താടികളുണ്ടായത്. ഒരിക്കൽ മധു ലാഘവത്തോടെ ഫാസിലിനോട് പറഞ്ഞു, മാഷേ, നമുക്ക് ചാത്തനേറിനെ കുറിച്ചൊന്ന് ആലോചിച്ചാലോ? ചാത്തനേറോ? കുട്ടിക്കാലത്ത് കുട്ടിച്ചാത്തൻ കഥകൾ കേട്ടിട്ടുണ്ട്. കൈനേരി മാമ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാത്തൻ സേവ ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. വീട്ടിൽ വരുമ്പോൾ അമ്മ കുറച്ച് ഹൽവ കഴിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അകത്ത് ചെന്ന് നോക്കാൻ പറയും. ചെന്ന് നോക്കുമ്പോൾ അകത്ത് പ്ലേറ്റിൽ മുറിച്ച് വെച്ച ഹൽവ കാണുന്നു. ചാത്തൻ കൊണ്ടുവച്ചതാണത്രേ. ചാത്തനെ പക തീർക്കാനും ഉപയോഗിക്കാറുണ്ട്. ഓടിൻ്റെ പുറത്ത് തുരുതുരാ വീഴുന്ന കല്ലുകൾ, തിളച്ചു പൊങ്ങുന്ന അരിയിൽ വീഴുന്ന മാലിന്യം, ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ വീഴുന്ന ചത്ത പാറ്റയും പല്ലികളും, അങ്ങനെ പലതും. ഇതൊക്കെ വെച്ച് എന്ത് കഥയുണ്ടാക്കാൻ? മധു മെല്ലെ വിശദീകരിച്ചു. എന്താ ചൂട്? അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മധുമുട്ടത്തെക്കുറിച്ചായിരുന്നു. മധു മെല്ലെ വിശദീകരിച്ചു. വൈദ്യുതി വരുന്നതിന് മുൻപായിരുന്നു ഈ ചാത്തൻ വിളയാട്ടങ്ങളൊക്കെ. വെളിച്ചം വന്നതിന് ശേഷം അത് കുറഞ്ഞു വന്നു. സത്യത്തിൽ ഈ വിക്രിയകളൊക്കെ കാണിക്കുന്നത് ചാത്തനല്ല, സാക്ഷാൽ മനുഷ്യൻ തന്നെയാണ്. അതൊരു തരം ലഘു മനോരോഗമാണെന്ന് സൈക്യാട്രിയിൽ പിന്നീട് കണ്ടെത്തി. നമ്മളോടൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ രോഗി ഈ വിക്രിയകളൊക്കെ കാട്ടിക്കൂട്ടും. അങ്ങനെ ചാത്തനേറ് ലഘു മനോരോഗമെന്ന ചിന്തയിലേക്ക് വന്നു. ആ ചിന്ത ഘട്ടം ഘട്ടമായി വികസിച്ചു വന്നതാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമ. മധുവിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നൊരു വീട് ഫാസിൽ കണ്ടെത്തി. ആ വീടിന്
നെടുങ്കൻ വരാന്തകളുണ്ടായിരുന്നു, ഇടനാഴികളുണ്ടായിരുന്നു. 8 കെട്ടെന്നോ 4 കെട്ടെന്നോ ഒക്കെ തോന്നിച്ചു. നോക്കുന്നിടത്തെല്ലാം നിഗൂഢതകൾ നിറഞ്ഞു നിന്നു. അതിന് മാടമ്പള്ളി തറവാടെന്ന് പേരിട്ടു. ആ പേര് ഫാസിലിനേറെ ഇഷ്ടമായി. ചാത്തനെ പോലെ മറ്റൊരു കക്ഷിയാണല്ലോ മാടൻ. അങ്ങനെ ചക്രം മെല്ലെ ഉരുളാൻ തുടങ്ങി. കാരണവർ, നാഗവല്ലി, രാമനാഥൻ, മാടമ്പള്ളി എന്ന നിഗൂഢ തറവാട്, ഗംഗ എന്ന നായിക, ഗംഗ എന്ന ചാത്തൻ്റെ ഇര, ഗംഗ എന്ന ചാത്തൻ. ഫാസിൽ മധുവിനോട് പറഞ്ഞു, ഇനിയൊരു ഓർഡറിൽ എഴുതി നോക്ക്. മടിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പുറത്തേക്ക് വരും. അങ്ങനെ മധുവിനെ എഴുതാനിരുത്തിയിട്ട് ഫാസിൽ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി പോയി. അപ്പോഴേക്കും ചാത്തനേറുമായി അവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ 6 കഴിഞ്ഞിരുന്നു. വൃത്തിയും ശുദ്ധിയുമുള്ള മധുവിൻ്റെ നർമ്മം ഫാസിലിനെ ഏറെ വിസ്മയിപ്പിച്ച് കളഞ്ഞു. അതിതീക്ഷ്ണമായ ഒരു മനോരോഗത്തിൻ്റെ കഥ പറയാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് ഇതിനേക്കാൾ നല്ലൊരു തുടക്കം എവിടെ നിന്ന് കിട്ടാൻ? അതായത് പകൽ സമയത്ത് മാടമ്പള്ളിയിലേക്ക് വരുന്ന ഉണ്ണിത്താൻ പേടിച്ച് വിറച്ച് തിരികെ ഓടിപ്പോകുമ്പോൾ മേട പൂട്ടാൻ മറക്കുന്നു. ഇത് ഓർമ്മ വരുമ്പോൾ തിരികെ താക്കോലെടുക്കാനായി ദാസപ്പൻകുട്ടിയെയും കൂട്ടി വരുന്നു. ഇതാണ് നർമ്മസന്ദർഭം. ഇത്തരം നർമ്മമുണ്ടെങ്കിൽ ഒരു ചാത്തനെയല്ല, ഒരു 100 ചാത്തന്മാരെ കൊണ്ടുവരാമല്ലോ. മനസ്സ് പറയുന്നു, ഇതുപേക്ഷിക്കണ്ട. ഫാസിൽ മധുവിനോട് ചോദിച്ചു, ആരായി ഉണ്ണിത്താൻ? ആരായി ഈ ദാസപ്പൻകുട്ടി? അപ്പോഴേക്കും എല്ലാ കഥാപാത്രങ്ങളെയും മധു പുറത്ത് ചാടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ കഥ ഒഴുകിയെത്താഞ്ഞതുകൊണ്ട് അവരൊക്കെ വടി പോലെ അവിടെ വിടിയോ നിൽക്കുകയായിരുന്നു. മധുവിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് ഒഴുക്കണമെന്ന് ഫാസിലിന് തോന്നി. ഫാസിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു തരം വാശിയോടെ മധു എഴുത്തിലേക്ക്. മാടമ്പള്ളി മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി വിചിത്ര സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞു. വന്ന ചിന്തകളൊന്നും എഡിറ്റ് ചെയ്തില്ല, എല്ലാം പേപ്പറിലെത്തി. മധു ഒരു തെക്കിനി പണിത് അതിൻ്റെ പൂട്ട് ജപിച്ച് കെട്ടി. അതിനകത്താണ് രാത്രികാല ചാത്തൻ കോലാഹലങ്ങളൊക്കെ. ഫാസിൽ മധുവിനോട് പറഞ്ഞു, ഇത് അഴിച്ചു പണിയാനൊന്നും പോകണ്ട, ചുമ്മാ കടഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കടഞ്ഞ് നമുക്ക് അമൃതൊന്നും വേണ്ട, കുറേ മുത്തുകൾ കിട്ടിയാൽ മതി, അത് തന്നെ ധാരാളം. ഉത്സാഹത്തോടെ മധു കടയാനിരുന്നു. ഉത്സാഹത്തോടെ ഫാസിൽ പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ പിന്നാലെ. അപ്പോഴേക്കും ചാത്തനേറ് തുടങ്ങിയിട്ട് വർഷം 1.5. ഈ പാട്ടവും നൃത്തവും എറിഞ്ഞുടക്കലുമെല്ലാം ഗംഗയാണ് ചെയ്യുന്നതെന്ന് കഥാകൃത്തും സംവിധായകനും കൂടി ചേർത്തങ്ങ് തീരുമാനിച്ചാൽ മതിയോ? വിശ്വസിച്ചാൽ മതിയോ? പ്രേക്ഷകരത് വിശ്വസിക്കണ്ടേ? അംഗീകരിക്കണ്ടേ? ഇല്ല, അംഗീകരിക്കാൻ പാടാണ്. സിനിമയുടെ കബളിപ്പിക്കൽ മനസ്സിലാക്കി തന്നെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തുന്നത്. പക്ഷേ കബളിപ്പിക്കൽ അടിച്ചേൽപ്പിച്ചാൽ അവരത് വെച്ച് പുറപ്പിക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? എല്ലാം സുതാര്യമായി തന്നെ അവർ മനസ്സിലാക്കിയെടുക്കാൻ ഒരു വഴിയുണ്ടാക്കണം. എന്ത് വഴി? ഉത്തരമില്ലാത്ത ആ വഴികളിലൂടെ ദിവസങ്ങൾ നടന്ന് തളർന്നു. അങ്ങനെ ഗംഗയിലൂടെ കഥ തുടരാൻ തീരുമാനിച്ചു. ക്ലോക്കും കൂജയും ഉടയുന്നതും ഗംഗയുടെ സാരി കത്തിയതുമൊക്കെ എഴുതി നോക്കി. ഗംഗയുടെ ബോധധാരയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒന്നുറപ്പായി, ഗംഗയിലെ മനോരോഗി ചെയ്യുന്നതൊന്നും യഥാർത്ഥ ഗംഗ അറിയുന്നില്ല. അത് പ്രേക്ഷകന് ശക്തമായി ബോധ്യക്കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായതാണ് ആ ഗംഗ നകുലൻസി. ഉന്നൈ കൊന്ന് ഉന്നൈ രക്തത്തേൻ കുടിപ്പേൻ എന്ന് പറഞ്ഞ് നാഗവല്ലി ഇടത് കൈകൊണ്ട് കട്ടിൽ പൊക്കുന്നു. നകുലൻ എല്ലാ ശക്തിയുമെടുത്ത് ഗംഗേ എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ കട്ടിൽ താഴെയിട്ട് നാഗവല്ലി ഗംഗയിലേക്ക് തിരികെ മടങ്ങി. ഗംഗ, ഞാനിപ്പോൾ എന്താ പറഞ്ഞേ നകുലേട്ടാ എന്ന് അലറി കരഞ്ഞ് മോഹാലസ്യപ്പെട്ടു. ഗംഗയിലെ രോഗി ചെയ്യുന്നതും പറഞ്ഞതും ഗംഗ അറിഞ്ഞതല്ലെന്ന് അതിശക്തമായി തന്നെ പ്രേക്ഷകന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ സീൻ മതിയാക്കുമായിരുന്നു. മണിച്ചിത്രത്താഴും മറ്റോർമ്മകളും എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ 4ാം പതിപ്പിൽ ഫാസിൽ ഇങ്ങനെ പറയുന്നു. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന അന്ന് ശോഭന നെർവസ് ആയിരുന്നു, വളരെയധികം നെർവസ്. എൻ്റെ അരികിൽ തന്നെ നിന്നു. എന്നെക്കൊണ്ട് ആ സീൻ പിന്നെയും വായിപ്പിച്ചു. ഇന്ന് ദുർഗാഷ്ടമി എന്ന് പറയുന്ന ഇടം എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ച് കണ്ടു. ഉയർത്തിപ്പിടിച്ച എൻ്റെ കയ്യിലെ വിരലുകളുടെ ചലനം പോലും ശോഭന ഒപ്പിയെടുത്തു. പിന്നെ അഭിനയിക്കാനായി മാനസികമായി തയ്യാറായി. ശാരീരികമായി തയ്യാറെടുക്കും മുൻപ് എന്നോട് പറഞ്ഞു, സർ, എനിക്ക് ഈ കട്ടിൽ ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നാഗവല്ലിയായി മാറിക്കഴിയുമ്പോൾ ശോഭന അത് ഒരു വിരൽ കൊണ്ട് പൊക്കിക്കൊള്ളും. എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കി ശോഭന ടച്ചപ്പിന് പോയി. ആ ഇത്തിരി നേരം കൊണ്ട് ഞാനൊരു കുസൃതി ഒപ്പിച്ചു. ശോഭന തിരികെ വന്നപ്പോൾ ഫാസിൽ പറഞ്ഞു, ദേ കണ്ടോ? എന്നിട്ട് നാഗവല്ലിയുടെ തമിഴ് സംഭാഷണം പറഞ്ഞതിന് ശേഷം ഞാൻ ആ കട്ടിൽ ഒരു വിരൽ കൊണ്ട് പൊക്കി നിർത്തി.
സംവിധാന സഹായികളിൽ ആരോ സർ എന്ന് അലറി വിളിച്ചതിന് ശേഷം കട്ടിൽ താഴെയിട്ട് ഞാനായി മാറി. അന്തിച്ചു പോയ ശോഭന ഒന്നും മനസ്സിലാകാതെ ചുറ്റുമുള്ളവരെ നോക്കി. പിന്നെ എന്തോ സംശയത്തിൽ ഓടി വന്ന് 4 കാലിൽ കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കി. അവിടെ ഞാൻ ഒളിപ്പിച്ചിരുത്തിയ സെറ്റ് അസിസ്റ്റൻ്റ് അലി ഉണ്ടായിരുന്നു. സംഭാഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കൃത്യമായി അലി 2 കൈകൊണ്ടും ആ കട്ടിൽ ഒറ്റ പൊക്കാണ്. കഥാപാത്രം പൊക്കിയതുപോലെ തന്നെ ഉണ്ടാകും. വേഗം എല്ലാവരും സീരിയസായി. അതീവ ശ്രദ്ധയോടെ ഞാൻ ആ സീൻ എടുത്തു. അതിമനോഹരമായി തന്നെ ശോഭന അത് ചെയ്തു. ശോഭന ആ സീനിൽ അഭിനയിക്കുകയായിരുന്നു? അല്ല. ജീവിക്കുകയായിരുന്നു? അതുമല്ല. പിന്നെ അതിന് രണ്ടിനുമിടയിൽ എവിടെയായിരുന്നു ശോഭന? ലോകഭാഷയിൽ ആരും ആ ഇടത്തിന് പേരിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ പദം എങ്ങനെ എഴുതും? വേണമെങ്കിൽ ഒരു പദം കടമെടുത്ത് ഇങ്ങനെ പറയാം: ആ സീനിൽ ശോഭന അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയുമായിരുന്നില്ല, മറിച്ച് ശോഭന ജ്വലിക്കുകയായിരുന്നു. ഒരിക്കൽ ആലപ്പുഴയിൽ ഷൂട്ടിംഗ് എന്തായി, കഥ എന്തായി, എന്നു തുടങ്ങുന്നു എന്നൊക്കെ അറിയാൻ സുരേഷ് ഗോപി എത്തുന്നു. പതിവ് പോലെ സംസാരം തന്നെ സംസാരം. ലോകത്തുള്ള എല്ലാത്തിനെയും കുറിച്ച് സംസാരം. പോകാറായപ്പോൾ വീണ്ടും സിനിമയിലേക്ക്. തമാശ പോലെ ഏവരെയും കുഴപ്പിച്ചുകൊണ്ടിരുന്ന ക്ലൈമാക്സ് പ്രശ്നവും പറഞ്ഞു. പുള്ളി 2 കൈയും നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ച് ഒരു കറക്കം കറക്കി. എന്നിട്ടൊരു പറച്ചിൽ: പലകയിൽ അപ്പുറവും ഇപ്പുറവും കെടുത്തി കറക്കിയാൽ പോരെ? ഫാസിലിൻ്റെ തലച്ചോർ അത് ഏറ്റുവാങ്ങും മുൻപ് പുള്ളി കാറിൽ കയറി പോവുകയും ചെയ്തു. തലച്ചോർ അത് ഏറ്റുവാങ്ങിയപ്പോൾ അകന്നു പോകുന്ന ആ കാർ നോക്കി ഫാസിൽ ചിന്തിച്ചു പോയി. എത്ര നിസ്സാരനാണ് ഞാൻ, എത്രയോ നിസ്സാരൻ. ആ പോയ ആളിട്ടിട്ട് പോയ മന്ത്രത്തിൻ്റെ വില എത്രയാ? പറയാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ? ഫാസിൽ നന്ദി പറഞ്ഞു. എല്ലാറ്റിനും എല്ലാവർക്കും. എന്നെ തൊട്ടു നിന്ന് മധു എല്ലാം കാണുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു, അറിയുന്നുണ്ടായിരുന്നു. ശ്രദ്ധാപൂർവം അറിഞ്ഞതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം കടഞ്ഞ് മധു തിരക്കഥ പൂർത്തിയാക്കി. അങ്ങനെ മണിച്ചിത്രത്താഴിൻ്റെ തിരക്കഥ പൂർത്തിയാകുന്നു. ഹാവോ, 3 വർഷം. മണിച്ചിത്രത്താഴിലെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത് 2 കൊട്ടാരങ്ങളിലായിരുന്നു. ഒന്ന് നാഗർകോവിലിന് സമീപമുള്ള പത്മനാഭപുരം പാലസ്, പിന്നൊന്ന് ഈ തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ്. 2 കൊട്ടാരങ്ങളും ഫാസിൽ പോയി വിശദമായി കണ്ടു. പക്ഷേ ഈ 2 സ്ഥലത്തും സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനായ തെക്കിനിക്ക് അനുയോജ്യമായ മുറികൾ ഇല്ലായിരുന്നു. ചെന്നൈയിലുള്ള ലത്തീഫിനെ വിളിച്ച് ഫാസിൽ പറഞ്ഞു, തെക്കിനി കിട്ടിയിട്ടില്ല. കാരണവരുടെയും നാഗവല്ലിയുടെയും അടുത്തടുത്തുള്ള 2 വിശാലമായ മുറികൾ വേണം. അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ശോഭന വാതിലുകൾ കടന്ന് നടന്നു വരുന്നൊരു ഷോട്ട്. അങ്ങനെയൊരു ലൊക്കേഷൻ എവിടെ കിട്ടും? ക്യാമറാമാൻ വേണു ഉടനെ ഇങ്ങോട്ടൊരു ചോദ്യം. വാസൻ ഹൗസ് പോരെ? എല്ലാവരും ഉടനെ അങ്ങോട്ട്. ജെമിനി സ്റ്റുഡിയോയുടെ സ്ഥാപകനും പഴയകാല പ്രശസ്ത നിർമ്മാതാവുമായ SS വാസവൻ്റെ മാളിക വീടായ വാസൻ ഹൗസിലേക്കുള്ള ദൂരം കൃത്യം 15 മിനിറ്റ്. ചെന്നു നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായ വാതിലുകളുടെ ഒരു ഘോഷയാത്ര. മനസ്സിൽ തോന്നിച്ച അതേ ഇടം വീടാകെ ചുറ്റി നടന്ന് കണ്ടു. ഇതിവിടെ തൊട്ടടുത്ത് കിടക്കുമ്പോഴാണോ എന്നെയും കൊണ്ട് ഈ ഊരൊക്കെ ചുറ്റിയത്? ഫാസിൽ ചോദിച്ചു. എന്തായാലും തർക്കിക്കാനൊന്നും നിന്നില്ല. തെക്കിനി കിട്ടിയല്ലോ. അങ്ങനെ ചെന്നൈയിൽ വാസൻ ഹൗസിൽ തെക്കിനി ഒരുങ്ങിക്കഴിഞ്ഞു. തെക്കിനി മുറികളാകെ സാധന സാമഗ്രികളും ഒരുങ്ങിക്കഴിഞ്ഞു. കാരണവരുടെയും നാഗവല്ലിയുടെയും 150 വർഷമുള്ള എണ്ണച്ചായ ചിത്രങ്ങൾ, കാരണവരുടെ മിഥിയടി, വാക്കിംഗ് സ്റ്റിക്ക്, ആ ഭയങ്കരൻ കിടന്നുറങ്ങാനുണ്ടായിരുന്ന വമ്പൻ കട്ടിൽ, അക്കാലത്തെ തൂക്കുവിളക്കുകൾ, താളിയോല ഗ്രന്ഥങ്ങൾ, നാഗവല്ലിയുടെ ആഭരണപ്പെട്ടി, അതിൽ കാശിമാല, മാങ്ങാമാല, മേഘ്യാമോതിരം, മുല്ലമുട്ടുമാല, നെറ്റിച്ചുട്ടി, ചിലങ്കകൾ, അങ്ങനെ പലതും, കാലപഴക്കം തോന്നിപ്പിക്കുന്ന തമ്പുരു, വീണ, എല്ലാം ആധികാരികമായി തന്നെ ഒരുക്കി വച്ചിരിക്കുന്നു. മന്ത്രവാദവും പല ദിവസങ്ങളിലെ ഹിപ്നോട്ടിസവും കഴിഞ്ഞ് ഗംഗയുടെ കൈപിടിച്ച് സണ്ണി അവളെ നകുലന് നേരെ എറിയുന്നു. ഇന്നാ പിടിച്ചോടാ
ഞാൻ തിരികെ തരാമെന്ന് പറഞ്ഞ നിൻ്റെ ആ പഴയ ഓജസ്സും തേജസ്സുമുള്ള ഗംഗ, അവൾ നകുലൻ്റെ മാറി. കഥാപാത്രങ്ങൾക്കെല്ലാം സന്തോഷം. യാത്ര പറച്ച്. പടം എൻഡ്. ആരൊക്കെയോ പറയുന്നു ഗംഭീരമായിരിക്കുന്നു, അതിഗംഭീരമായിരിക്കുന്നു. ആരൊക്കെയോ പേടിപ്പെടുത്തുന്നു. ഇതെങ്ങനെ എടുത്ത് ഫലിപ്പിക്കും? നല്ല വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. പോകാൻ നേരം മോഹൻലാൽ ഫാസിലിൻ്റെ അരികിൽ നിന്ന് ഷർട്ടിൽ മെല്ലെ തലോടി. അടക്കം പോലെ ചോദിക്കുന്നു, അപ്പോൾ നമ്മൾ ഒരു നല്ല സിനിമ ചെയ്യുന്നു അല്ലേ? തല കുലുക്കിയോ എന്നോർക്കുന്നില്ല. അന്ന് രാത്രി ഫാസിൽ ഉറങ്ങാൻ വൈകി. സന്തോഷം കൊണ്ടല്ല, കഥയിൽ ഇനിയും എന്തൊക്കെയോ വേണ്ടേ എന്നൊരു ചിന്ത കൊണ്ട്. പിറ്റേന്ന് ഹോട്ടൽ മുറിയിലിരുന്നപ്പോൾ മധു വന്നു. ഫാസിൽ പറഞ്ഞു, ഈ കഥയിൽ എനിക്ക് 3 സംഗതികൾ കൂടി വേണം. ആദ്യം മധു ഒന്ന് ഞെട്ടി. ഒരു ഇൻ്റർവെൽ പഞ്ച്. ശബരിമല ശാസ്താവാണേ, ഹരിഹരസുതനാണേ സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഇതായിരുന്നു ആ ഇൻ്റർവെൽ പഞ്ച്. മധു ചോദിച്ചു, എന്തായിരുന്നു രണ്ടാമത്തേത്? അതായിരുന്നു KPC ലളിതയും മോഹൻലാലും തമ്മിലുള്ള ആ ബാത്റൂം രംഗം, ആ മുണ്ടുടുപ്പിക്കുന്ന രംഗം. ഇനി മൂന്നാമത്തേതോ? അത് ആ പാവം ശ്രീദേവിക്ക് വേണ്ടിയായിരുന്നു. പലരെയും കൊണ്ട് സംശയിപ്പിച്ചില്ലേ, മുറിയിൽ പൂട്ടിയിട്ടില്ലേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? മധു പറഞ്ഞു. അതിൻ്റെ ശകലം എന്തോ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. സണ്ണി കാറിൽ കയറും മുൻപ് മെല്ലെ ശ്രീദേവിയുടെ അച്ഛനരികിലേക്ക് വന്നു. ആ അച്ഛനോട് അറച്ചറച്ച് എന്നാൽ ഉറപ്പിച്ച് തന്നെ പറയുന്നു, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിവിടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പോൾ സമ്മതിച്ച് അനുഗ്രഹിച്ചേക്കണം. ഇത് സംഭാഷണമാണോ അതോ കവിതയോ? എത്ര കാവ്യാത്മകമാണ് അതിൻ്റെ ഭാവം. എനിക്കൊരു ഇഷ്ടമുണ്ട് എന്നതിന് പകരം എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കാവ്യഭംഗി ഒരു പക്ഷേ നഷ്ടപ്പെട്ടേനെ. സിനിമയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കാച്ചിക്കുറുക്കിയ സംഭാഷണങ്ങളും അതിൻ്റെ ഭാവവും. അതിനു മുൻപ് സണ്ണി ശ്രീദേവിയുടെ മുറിയിൽ ചെന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല, ഞാൻ എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കുമെന്ന്. നകുലനും ഗംഗയും സണ്ണിയും കയറിയ കാർ പുറപ്പെട്ടു. അകന്നു പോകുന്ന ആ കാറിനെയും നോക്കി ഓടി വന്ന് നിൽക്കുന്ന ശ്രീദേവി. അവളുടെ ഹൃദയം ആ പോയ ആളോട് പറയുന്നു, എന്നിലേക്ക് സ്നേഹപൂർവ്വം വെച്ച് നീട്ടപ്പെട്ട ആ ജീവിതം, അത് ഞാൻ കൊതിയോടെ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ വല്ലാത്തൊരു കാൽപ്പനികതയുണ്ട്. കാൽപ്പനികതയോ? എന്താ അത്? അത് തന്നെ, കാൽപ്പനികത. മന്ത്രവാദ കളത്തിലെ ആവാഹനത്തെക്കാളും ശോഭനയുടെ അതിമനോഹരമായ നൃത്തത്തെക്കാളും അതുവരെ കണ്ട എല്ലാറ്റിനേക്കാളും ഏറെ ആദരവോടെ പ്രേക്ഷകർ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയത് ഈ കാൽപ്പനികതയായിരുന്നു. നിറയെ തളിർക്കുന്നു, പൂക്കുന്നു, കാക്കുന്നു കനവിലെ തേന്മാവിൻ കൊമ്പ്, എൻ്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്.